നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷാറാണ്. നമ്മളിന്ന് +2 സേ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് എന്തായാലും ഇത് പല ചോദ്യങ്ങളും മനസ്സിലാവാറില്ല. മനസ്സിലായതിനെ ചെയ്യാൻ അറിയാൻ വയ്യ. ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനുള്ളിൽ തെറ്റ് വരാറുണ്ട്. പല പ്രശ്നങ്ങളാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസുകളെ സെലക്ട് ചെയ്ത് വേണം നിങ്ങൾ ആദ്യം പഠിക്കാൻ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്ത് വെച്ച് എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ എക്സാമിന് ചിലപ്പോൾ എഴുതാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ബോർഡ് എഴുതിയേക്കുന്നത്. എക്സാമിന് പക്ഷേ ഉറപ്പായിരിക്കുകയും വേണം. അങ്ങനത്തെ ഇത് വേണം. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും എക്സാമിന് വരുന്നതുമായിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ലിമിറ്റഡ് ക്വസ്റ്റ്യൻസുകൾ പഠിച്ചുകൊണ്ട് പോയാണ് നിങ്ങൾ ജയിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ റെഗുലർ കുട്ടികളാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. അവർ ഒരുവിധപ്പെട്ട മുഴുവനും പഠിച്ചുകൊണ്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അത് അവരുടെ രീതി. നമ്മളുടെ ആകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഈ രണ്ട് രീതിയിൽ കൂടെയും വേണം പഠിക്കാൻ. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ പാക്കേജ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും എന്നിട്ട് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസും തന്ന് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരും പഠിക്കേണ്ടത്. അതങ്ങ് പഠിച്ചാൽ മതി. നമ്മൾ കൂടുതലായിട്ട് പഠിച്ച് വേസ്റ്റാക്കി കളയേണ്ട. എക്സാമിന് വരുന്ന കൃത്യമായിട്ട് പറഞ്ഞു തരും. അവനെ മാത്രം പഠിച്ച് ജയിക്കുക എന്നുള്ളതല്ല, ഇരട്ടി ഡബിൾ പാസിനുള്ള രീതിയിൽ കൂടെ എളുപ്പം കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ എത്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഫുൾ മാർക്ക് എന്നൊരു അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഡബിൾ പാസിനുള്ള കിട്ടിയിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ. ക്വസ്റ്റ്യനിലായിരുന്നു വായിച്ചു. ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദീസ് 2 പോയിന്റ്സ്. ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോസും വേണം, ഡയറക്ഷൻ കൊസൈൻസും വേണം. ഇപ്പം കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം ഡയറക്ഷൻ റേഷ്യോസിനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസിനൊരു ഫോർമുല ഉണ്ട് മോനെ. x2 - x1 y2 - y1 z2 - z1. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇതാണ് നമ്മുടെ x1, ഇത് y1, ഇത് z1, ഇത് x2, ഇത് y2, ഇത് z2. ഓക്കെ, അപ്പോൾ x2 - x1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3 - 1. ഓക്കെ ആണല്ലോ. y2 - y1 2 -1. കണ്ടോ, 2 മൈനസൊക്കെ ശ്രദ്ധിച്ചു വേണം. ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള വേർഡിൻ്റെ ഉദ്ദേശം ഇവിടെയാണ്. ഓക്കെ, നെക്സ്റ്റ് z2 - z1 6 - 2. ആൻസർ ഈസ് 2 3 4. ശരിയാണോ നോക്കിക്കോ. 3 - 1 2 -1 2 + 1 3 ആൻഡ് 6 - 2 4. ഡയറക്ഷൻ റേഷ്യോസ് കഴിഞ്ഞു മോനെ. 3 നമ്പർ ആണെന്നുകൊണ്ട് ബ്രാക്കറ്റ് ഇടരുത് കേട്ടോ. ഡയറക്ഷൻ റേഷ്യോസ് എപ്പോഴും തുറന്നിട്ടേക്കണം, ബ്രാക്കറ്റ് ഇടാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്? ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കിയാണ്. 3 പേരുണ്ട്. L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്. ആദ്യം എല്ലാം കണ്ടുപിടിക്കണം. L എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരു രീതിയിൽ കൂടെ എഴുതും, കോസ് ആൽഫ കേട്ടോ. ഇത് കോസ് ബീറ്റ. അപ്പോൾ അടുത്ത ആരായിരിക്കും? കോസ് ഗാമ ആയിരിക്കും. ഓക്കെ, കോസ് ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കണേ. ഈ 2 അങ്ങോട്ട് എടുത്ത് എഴുതണം മണ്ടയ്ക്ക്. എന്നിട്ട് ഈ 3 നമ്പറിൻ്റെയും സ്ക്വയേഴ്സുകളെ റൂട്ടിനുള്ളിൽ എഴുതണം. 2² 3² 4². അത്രയുമേ ഉള്ളൂ. ദാറ്റ് ഈസ് 2/. എത്ര എല്ലാവരും നോക്കിക്കുക എല്ലാവരും. ഇത് 16, ഇത് 20, ഇത് 29. √29. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത് എമ്മിക്കൊരു കോസ് ബീറ്റ. രണ്ടാമത് നമ്പർ എത്ര മോനെ? 3 അല്ലയോ? ബൈ ഈ √29 എഴുതുക. മൂന്നാമത് n കോസ് ഗാമ അല്ലയോ? എത്ര? 4 ബൈ √29 എഴുതുക. അപ്പോൾ എല്ലായിടത്തും ഡിനോമിനേറ്റർ ആരെന്ന് മനസ്സിലായി. √29. ന്യൂമറേറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 3 പേരുണ്ട് ഡയറക്ഷൻ കൊസൈൻസും. കൃത്യമാണല്ലോ. നിങ്ങൾ പോലും അറിഞ്ഞില്ലല്ലോ. വളരെ സിമ്പിളായിട്ട് തീർന്നില്ലേ? അങ്ങനെ വേണം. മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ആ രീതിയിൽ കൂടെ ആയിരിക്കണം ക്ലാസ്. ഞാൻ എപ്പോഴും അങ്ങനെ തരത്തുള്ളൂ. മാക്സിമം നിങ്ങളുടെ മനസ്സിലോട്ട് ഇറങ്ങിച്ചെന്ന് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ തലയിൽ വെച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളാവണം, പക്ഷേ വളരെ പവർഫുള്ളായിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ, മനസ്സിലാവുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരാളിലെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.